എന്തോ എന്തിനാണെങ്കിലും നിങ്ങള് സുഖം അല്ല, ഇപ്പോഴാണ് ഒരു സുഖം കിട്ടിയെന്ന് പറയാറ്. അയ്യോ അപ്പച്ചി വയ്യ അപ്പച്ചി മാറേട്ടാ. കാണിച്ച ചേട്ടാ എന്ത് വയ്യാതിരിക്കണ കാലാണ് ഇങ്ങനെ എടുത്തെറിയണത്. ചോരപ്പച്ചി ബോധമില്ലാത്ത പോലെ കാണിക്കില്ലേ ചില സമയത്ത്. എനിക്കെന്തോ ഞാൻ തരണോ? ഇവളുടെ അമ്മ വിളിച്ച ഇപ്പൊ ബോധം. അത് വേണ്ട അത് വേണ്ട, എനിക്ക് എണ്ണ പറ്റില്ല, അലർജിയാണ്. നിനക്കിത് മാറണോ? വീണെങ്കിലും കയ്യിരിപ്പിന് കുഴപ്പമില്ലല്ലോ. തടവി അങ്ങോട്ട് ഞെക്കിക്കോട്ടെ, അങ്ങോട്ട് അത് കെട്ടി കയറ്റി കൊടു. അത് കെട്ടാ എനിക്ക് അറിഞ്ഞൂടാ, അത് ചേട്ടൻ തന്നെ കെട്ടാം. അത് ഞാൻ കെട്ടിക്കോളാം. അത് ഞാൻ കെട്ടിക്കോളാം. ഇവിടെ മാത്രം ഇടിച്ചോളാം, വേറെ എവിടെ ഇടിച്ചില്ലേ? വേറെ ഇവിടെ ഇവിടെയൊക്കെ ഇടിച്ച് എനിക്ക് ആ പിഴ. എന്തോ ചേട്ടാ അവൾക്ക് എന്തിനപ്പച്ചി എണ്ണ വെച്ച് കുളിപ്പിക്കാൻ പോണ എന്നെ? നീ എന്റെ കയ്യിൽ വെറുതെ എണ്ണ ഇരിക്കൂലേ? കെട്ടോ സൂക്ഷിച്ചു കെട്ടണ അങ്കിൾ, കാലിനി ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതൊന്നും വേണ്ടേ ചേട്ടാ? പതുക്കെ ചേട്ടാ. എന്റെ പൊന്നു ഞാൻ പതുക്കെ തന്നെ ചെയ്യണത്. അങ്കിൾ ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടോ? ആവശ്യം ഉണ്ടോ അല്ലേ നമുക്കറിയാം. മര്യാദക്കിരി കെട്ടടാ. അയ്യോ എന്തൊരു കിടന്ന് വിളിക്കണേ. ചുമ്മാ കണ്ണോട് പോയി മറിഞ്ഞു കൊണ്ട് നോക്കാതെ പോയിട്ട്. ഇനി എല്ലാ പണിയും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണല്ലേ? തിന്നു 3-4 ദിവസത്തേക്ക് ഇവിടെ ഒരു പണിയും ചെയ്യിപ്പിച്ചിട്ട് കേട്ടാ. റെസ്റ്റ് എടുക്കട്ടെ. അതാണ് കാര്യം. ഇനിയിപ്പോ എങ്ങനെ തറ കുത്ത് മടങ്ങണ്ടേ? ഉമ്മ ഇരിക്കടാ. ചേട്ടൻ വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടാ. ചേട്ടാ പെട്ടെന്ന് ശരിയാവും. ചേട്ടാ ചെരുപ്പെടുത്തിട്ടൂടെ ചേട്ടാ? ചേട്ടന്റെ ചെരുപ്പല്ല, അങ്ങോട്ട് മാറ്റ. അവളുടെ ചെരുപ്പ് താഴെ ഇരിക്കും, മാറ്. എന്റെ ചേട്ട ഒന്ന് ഇട്ടുകൂടെ ചേട്ടാ? വേണ്ട വേണ്ടെന്നല്ലേ നീ ചെരുപ്പില ഇവിടെ ചോട്ടി എണ്ണ നമ്മളെ മറിച്ചടിച്ചു കൊള്ളില്ലേ? നീയാ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇട്ടോളാന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് മാറി എണീപ്പിച്ചോളാം. എണീ. പിന്നെ ഇത് കിടക്കുമ്പോ ഇത് ഊരി വെക്കണം കേട്ടാ, ഇല്ലെങ്കിൽ ഞരമ്പെല്ലാം കൂടെ പ്രസ്സായി രക്തോട്ടം ഇല്ലാതെ കേരളത്തിൽ ജനിച്ച് നിനക്ക് ജയ്പൂരിൽ നിന്ന് കാല് വെക്കേണ്ടി വരും. അറം പറ്റിയുണ്ടല്ലോ, കാല് മുറിച്ച് കളയേണ്ടി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ കുന്നി പോലെ എന്തോ ഊരി വെക്കണല്ലേ ഇത്? ഓക്കെ ഓക്കെ. അയ്യോ നോക്കി 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 വെക്കണേ, ഉടയല്ലേ. നീ എങ്ങനെ ഇരിക്കാൻ പോണ? അത് വിട്, കൈ വിട്. ഇങ്ങോട്ട് തിരി. അയ്യോ അയ്യോ. ഓക്കെ, ഇനി ഞങ്ങൾ പോക്കോ. റെസ്റ്റ് എടുത്തോ കേട്ടാ, ശരിയാവേ. ശരി ശരി. അപ്പൊ ഞാൻ കഥ അടച്ചേക്കണേ. അയ്യോ എന്റെ ദൈവമേ, അയ്യോ രക്ഷപ്പെട്ട്. ഇനി ഒരു പണി എടുക്കണ്ട. എന്ത് സുഖം എന്റെ ലൈഫ്. ചോദിക്കുമ്പോ ഫുഡ് ഇവിടെ എത്തും. എനിക്ക് ബുദ്ധി നേരത്തെ തോന്നാത്ത. നല്ല ക്ലൈമറ്റ് അല്ലേ, ഇളം വെയിൽ, നല്ലൊരു കാറ്റ്, എന്താ ചെറിയൊരു ചാറ്റൽ മഴ, കട്ടൻ ചായ, നല്ലൊരു ജോൺസൺ മാസ്റ്റർ സംഗീതം കൂടെ ആയ വെരി നൈസ് ആയിരിക്കും. ചേട്ടാ ഞാനൊരു കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കുറുക്കൻ കല്യാണം കഴിക്കുന്നത്. നീ തോന്നി 6ാം ക്ലാസ് പിള്ളേരെ കഥ ഇവിടെ വിട്ടോണ്ടിരിക്കണത്? സത്യമാണ് ചേട്ടാ, വെയിലും മഴ ഒരുമിച്ച് വന്നാൽ കുറുക്കൻ വന്ന് കല്യാണം കഴിക്കുന്നതാണ്. എന്നാ നീ അതിന്റെ സദ്യക്ക് പോ. മക്കളെ പെഞ്ചിക്ക് ചായ എല്ലാം കൊടുത്താ? ഇല്ല മാമ. അവക്ക് ചായ കൊടുക്കാത്തത് എന്തിന്? അവക്ക് പത്തിയാണോ? അവക്ക് ചായ ഒന്നും കുടിച്ചൂടാ. പത്യ പടയിന് പത്തിയൊന്നുമില്ല. അത് തന്നെ, ചായയും പദ്യം തമ്മിൽ എന്തോന്നും. പിന്നെ നീ കൊണ്ട് കൊടു. ചേട്ടാ ഒരാൾ വയ്യായിരിക്കും, അവർക്ക് കഞ്ഞി വെള്ളം കൊടുക്കണോ ഉപ്പിട്ട്?
അവക്ക് ഇഷ്ടമൊന്നല്ല കേട്ടാ. അയ്യോ കണ്ടു വന്നു വണ്ടി കൊണ്ട് എന്താടി അയ്യേ കാല് വയ്യ. നിങ്ങൾ ചായ കുടിക്കണോ? നിനക്ക് ചായ വേണോ? വേണോ? അത് പിടി കൂടി. ഇത് നോക്കി ചൂടില്ലേട്ടാ. ചൂടില്ലേ? ചൂടാക്കി കൊണ്ടുവരട്ടെ. ഇപ്പൊ കൊണ്ടുവരാം കേട്ടാ. ഈ വാ മക്കളെ മുളകൊക്കെ കൊള്ളാം കേട്ടാ. പക്ഷേ ചെറിയൊരു എറർ ഉണ്ടല്ലോ മക്കളെ. എററാ? എന്തെന്ന്? ഉണ്ട് എല്ലാം പറഞ്ഞു തരാം. അപ്പൊ എന്തേ പോണ്? തൂത്തു വരാൻ പോണ ഇവിടെ? ഇവിടെ എല്ലാം തൂത്തു പറഞ്ഞില്ല. ഒരു ചവറിന് അടിച്ചു വാരിയെടുത്ത് ദൂരെ എറിയണം. അതിനാണ്. ശരി ഇങ്ങോട്ട് നോക്ക്. അയ്യ ഇങ്ങോട്ട് നോക്ക്. എനിക്ക് വയ്യാത്താണ്. പറ്റല്ലേ? ഇല്ല. ഏത് കാലടി കെട്ട്? വലത്തെ കാലിൽ തന്നെ ഞാൻ കെട്ടി തന്നത്. ഇടത്തെ കാലം കെട്ടിക്കൊണ്ടാതിന് അപ്പൊ തൊലി ഉരിക്കണമല്ലോ. കൊണ്ടുള്ള കുഴമ്പ് മൊത്തം തേപ്പിച്ചിട്ട്